നമസ്കാരം സുഹൃത്തുക്കളെ, സുഖമല്ല നിങ്ങൾക്ക് ഞാൻ ഒരാളുടെ ഒരു റിയാക്ഷൻ വീഡിയോ കാണിച്ചു കേട്ടോ. നിങ്ങളെ കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഞാനിനി ഒരു ഇത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ അതിന് മുന്നേ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മൾ ആൾക്ക് റിയാക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റിപ്ലൈ കൊടുക്കുമ്പോൾ അത് നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാതെ അത് അവർക്ക് കൊള്ളണം. അല്ല നമുക്കത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അയ്യേ എന്താ ഇവിടെ പറയുന്നത് അങ്ങനെ അങ്ങനെ തോന്നുന്ന രീതിക്ക് ഇന്ന ഒരാൾ റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യാൻ സമയം എടുത്തത് നമ്മൾ ഇതിൽ നല്ല നീ റിയാക്ട് ചെയ്യാതിരിക്കാൻ ആയിരുന്നു തോന്നാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, ആ വീഡിയോ ഒന്ന് കാണിച്ചു കേട്ടോ. നിങ്ങളത് കാണണം കേട്ടോ. ഒന്ന് കണ്ടു നോക്കിട്ടോ. വെടി ലുക്കാണ്. സജിത് മാധവൻ ചേട്ടന് ഞാൻ 2 ദിവസം മുന്നേ നമ്മളെ കൊച്ചിയിൽ MG റോഡ് വെച്ചിട്ട് ഒരു 10-12 മണിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു രാത്രി. പേയ്മെന്റ് ഒക്കെ നല്ലോണം കിട്ടുന്നുണ്ടോ? എത്ര വാങ്ങുന്നേ? നല്ല സെയിൽസ് ഉണ്ടോ? പറ ചേട്ടാ. കണ്ടല്ലോ, പറഞ്ഞ കാര്യത്തിലാണ് അത് ഒന്നാമത്തെ കാര്യം. പക്ഷെ നമുക്കത് റിയാക്ട് ചെയ്യണം തോന്നിക്കഴിഞ്ഞാല് അതിനനുസരിച്ച് അത്രക്കും ഇതായിട്ട് റിയാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ നല്ല പറയാതിരിക്കായിരുന്നു എന്നുള്ള തോന്നുന്നത് പറയാൻ ഞാൻ കാരണം എന്താന്ന് വെച്ചാല്, ഇപ്പം അതൊരു കമന്റ് ബോക്സ് ആണ്. പല ടൈപ്പ് ആൾക്കാർ പലതും വന്ന്, പ്രത്യേകിച്ച് ഒരു പെണ്ണ് നേരിടുമ്പോൾ പല രീതിക്ക് പല ടൈപ്പ് കമന്റ് വരും. ആ കമന്റിലെ ഏതെങ്കിലും 1-2 അല്ലെങ്കിൽ 10 ആളുകൾ കണ്ട് അത് മൈൻഡ് ചെയ്യാതെ അവൻ എന്തെങ്കിലും പറഞ്ഞു പോയിരുന്നതിന് ഒരു കാര്യത്തിന് എടുത്തിട്ട് ഇത് കാണാതെ ആ അവളുടെ പേജ് ഫോളോ ചെയ്യാത്ത ആളുകൾക്ക് അടക്കം കാണിച്ചു കൊടുത്തിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, ഏത് പാലാണ് ചൂട്ടില്. ഇപ്പൊ ഇനി ഇത് ഇവൻ കണ്ടിട്ട് ഇവന്റെ ഈഗോ ഹർട്ട് ചെയ്യണ്ട് ഇവൻ തിരിച്ച് ഞാൻ വന്നിരുന്നു, നീ വരാന്ന് പറഞ്ഞിട്ട്, പക്ഷെ കൂടുതൽ പൈസ തന്ന ഒരാളെ കണ്ടപ്പോ നീ അവന്റെ കൂടെ പോയില്ലേ എന്ന് റിപ്ലൈ ഇട്ട് കഴിഞ്ഞാൽ ആര് ശശിയായി? ആരായി? ഓളായില്ലേ? വീണ്ടും അത് ഒരു ഇതായില്ലേ? നമ്മൾ എന്തായാലും ഒരാൾക്ക് റിപ്ലൈ കൊടുക്കുമ്പോ എന്നിട്ട് തിരിച്ചു കിട്ടാത്ത രീതിക്ക് വേണം കൊടുക്കാൻ. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വർത്താനം ഉണ്ടാകരുത്. എന്നിട്ട് ഒരു ചിരിയും ഓൾക്ക് തന്നെ അളിഞ്ഞൊരു റിപ്ലൈ ആയിട്ട് ഓൾക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ ഇത് എന്തിനാ ഇട്ടെന്ന് ചോദിച്ചാല് എന്തിനാന്ന് എനിക്കറിയില്ല. പക്ഷെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ വലിയ സംഭവമാണ്, ഞാൻ എന്ത് പറഞ്ഞാലും ഭയങ്കര സംഭവമാകും, അത് ഭയങ്കര ഫേക്കാണ്, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതാണ് ഏറ്റെടുക്കൽ, അത് അങ്ങനെയാകും അത് ഇങ്ങനെയാകും. അങ്ങനെയല്ല, സ്വയം പൊട്ടത്തിയാകാതിരിക്കുക. പറയണമെങ്കിൽ അത് ആലോചിച്ച് ഉറപ്പിച്ച് നല്ലൊരു റിപ്ലൈ കണ്ടെത്തിയിട്ട് സമയം എടുത്തിട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? മനസ്സിലാക്കിയാൽ നല്ലത്, മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നല്ലത്. അപ്പൊ ഇത് കണ്ടപ്പോ പറയണം തോന്നി. ഇത് കുറച്ച് ദിവസമായി ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട്, പക്ഷെ പറയാൻ ഇങ്ങനെ തോന്നിയില്ല. ഇന്ന് ഇങ്ങനെ ഇവരെ കുറിച്ച് സംസാരം ഉണ്ടായപ്പോ എന്താ പറഞ്ഞു കളയാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ, വെറുതെ റിയാക്ഷൻ അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ഇവർക്ക് വേണ്ടിയല്ല, ഇത് ഇതുപോലെ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കണമെന്നുണ്ടാവും ആലോചിച്ച് അറിഞ്ഞിട്ട് കൊടുക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി എന്നാ, ഗുഡ് നൈറ്റ്.